കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കരിക്കോട്ടക്കരയിലാണ് മേരി ടീച്ചറും ഭർത്താവ് സാബുവും പിന്നെ അവരുടെ 2 പെൺമക്കളും ജീവിച്ചു വന്നത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. മേരി ടീച്ചർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ടീച്ചറാണ്. അങ്ങനെ ജൂലൈ 29, 2018 പുലർച്ചെ ഒരു 2 മണിയായിട്ടുണ്ടാവും. ടീച്ചറുടെ ഹസ്ബൻഡായിട്ടുള്ള സാബു വല്ലാതെ പേടിച്ച് വിറങ്ങലിച്ച് നിലവിളിച്ചുകൊണ്ട് അയൽവക്കത്തുള്ള വീട്ടിലേക്ക് ഓടി പോവുകയാണ്. തൊണ്ടയിടറി നിലവിളിച്ചുകൊണ്ട് അയാൾ അവിടെയുള്ള നാട്ടുകാരോടായി പറഞ്ഞു, എൻ്റെ ഭാര്യ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന്. സാബുവിൻ്റെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്ന് വന്ന നാട്ടുകാർ അവൻ പറയുന്നത് കേട്ട് വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ സാബുവിനോട് ചോദിച്ചപ്പോൾ അയാൾ വീട്ടിന് മുറ്റത്തുള്ള ആ ഒരു കിണർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ അതിനകത്തുണ്ട് എന്ന്. ഇത് കേട്ട നാട്ടുകാരെല്ലാവരും ഓടിയിട്ട് കിണറിന് അരികിലെത്തി. കിണറിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ ഒരു കിണറിൻ്റെ 3/4 ഭാഗം വെള്ളമുണ്ട്. ആ ഒരു വെള്ളത്തിൽ മേരി ടീച്ചർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ആ ഒരു കിണറിനകത്തായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഏണിയുണ്ട്. അത് മാത്രമല്ലാതെ ആ ഒരു കിണറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള മോട്ടറിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ മുറിച്ച അവസ്ഥയിലാണുള്ളത്. മേരി ടീച്ചറിൻ്റെ ചെരുപ്പ് ഈ പറയുന്ന കിണറിന് വെളിയിലായിട്ട് അഴിച്ചു വെച്ചിട്ടുമുണ്ട്. ഭാര്യ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ സത്യത്തിൽ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ആശ്വസിപ്പിക്കേണ്ടതാണ്. പക്ഷേ അവരെല്ലാവരും ആ ഒരു കിണറിനരികിൽ കണ്ട കാഴ്ചകൾ, ആ ഒരു കിണറിനകത്ത് ഇതുപോലൊരു ഏണി ഉണ്ടായിട്ടും എങ്ങനെയാണ് അതിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അവിടെയുള്ള ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എല്ലാ നാട്ടുകാർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സാബുവിനെ ആ നിമിഷം സംശയിക്കുകയാണ് ചെയ്തത്, ആശ്വസിപ്പിക്കുകയല്ല. യഥാർത്ഥത്തിൽ ആ ദിവസം രാത്രി മേരി ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത്? മേരി ടീച്ചറിൻ്റെ ഭർത്താവായിട്ടുള്ള സാബു മേരി ടീച്ചറിനെ കൊലപ്പെടുത്തിയതാണോ? കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മേരി ടീച്ചർ കൊലപാതക കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. അങ്ങനെ സംഭവം അറിഞ്ഞ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മേരി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. അവരെല്ലാവരും കിണറിനകത്തെ ആ ദയനീയമായിട്ടുള്ള കാഴ്ച കാണുകയും ചെയ്തു. അവിടെ ഓടിക്കൂടിയതിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാരും ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർ ആ ഒരു കിണറിൻ്റെ ചുറ്റും നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു. മേരി ടീച്ചറിൻ്റെ ചെരുപ്പ് ഈ പറയുന്ന കിണറിന് വെളിയിലാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കിണറിനകത്ത് ഒരു ഇരുമ്പിൻ്റെ ഏണിയുണ്ട്. അതുകൂടാതെ ആ ഒരു കിണറിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന മോട്ടറിൻ്റെ പൈപ്പ് എല്ലാം തന്നെ കട്ട് ചെയ്ത അവസ്ഥയിലാണുള്ളത്. എന്തായാലും പെട്ടെന്ന് തന്നെ മേരി ടീച്ചറിൻ്റെ ശരീരം റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം ഫോറൻസിക് ടീമിനെയും ഡോഗ് സ്ക്വാഡിനെയും ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് മേരി ടീച്ചറിൻ്റെ ഭർത്താവായിട്ടുള്ള സാബുവിനെ തന്നെയാണ്. കിണറിനുള്ളിൽ ഇരുമ്പിൻ്റെ ഏണി എങ്ങനെ വന്നു, കിണറിനുള്ളിലേക്ക് പോയിട്ടുള്ള ഓസ് ആരാണ് മുറിച്ചിട്ടത്, അത് മാത്രമല്ലാതെ ആ ദിവസം രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇതാണ് പോലീസുകാർ സാബുവിനോട് ചോദിച്ചത്. പോലീസുകാരുടെ ചോദ്യത്തിന് സാബു പറഞ്ഞ മറുപടി, കരിങ്കൽ കോറിയിൽ നിന്നും കല്ലുകൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് സാബുവിൻ്റേത്. സാബുവിന് സ്വന്തമായിട്ട് ജീപ്പുണ്ട്. ആ ദിവസം തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ജീപ്പും എടുത്തിട്ടാണ് സാബു തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ ജീപ്പുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാവിലെ വീട്ടിൽ നിന്നും നേരാക്കാനായിട്ട് കൊണ്ടുപോയ ഫ്രിഡ്ജ് നേരാക്കിയത് തിരിച്ചെടുത്ത് വന്നിട്ടുമുണ്ടായിരുന്നു. ആ ഒരു ജീപ്പിൽ നേരാക്കിയ ഫ്രിഡ്ജുമായിട്ട് വീട്ടിലെത്തിയ ശേഷം ആ ഒരു വണ്ടിയിൽ നിന്നും ഫ്രിഡ്ജ് താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് മേരി ടീച്ചറെ സാബു വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിനുള്ളിൽ തൻ്റെ 2 പെൺകുട്ടികളെ പഠിപ്പിക്കുകയായിരുന്ന മേരി ടീച്ചർ സാബുവിൻ്റെ വിളി കേട്ട് ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീട്ടിൽ നിന്നും വെളിയിലേക്ക് വരികയും ഈ പറയുന്ന ഫ്രിഡ്ജ് ഇറക്കി വെക്കുകയും ചെയ്തു. അതിനുശേഷം സാബു പോയി കുളിച്ചു, ഭക്ഷണമെല്ലാം കഴിച്ചു, ഉറങ്ങാനായിട്ട് കിടന്നു. കുറച്ചൊന്ന് ഉറങ്ങിയ ശേഷം യൂറിൻ പോകാനായിട്ട് വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്ന സമയത്താണ് വീടിൻ്റെ പുറകിലത്തെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് സാബു ശ്രദ്ധിക്കുന്നത്. അങ്ങനെ എന്താണ് ഈ സമയത്ത് വാതിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് വാതിൽ തുറന്ന് വെളിയിലേക്ക് പോയി നോക്കുമ്പോഴാണ് മേരി ടീച്ചറിൻ്റെ ചെരുപ്പ് കിണറിന് വെളിയിലിട്ടിരിക്കുന്നത് അയാൾ കാണുന്നത്. ഉടൻ തന്നെ കിണറിന് അരികിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് മേരി ടീച്ചർ ആ ഒരു വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് സാബു കണ്ടത്. ഇതാണ് സാബു പോലീസിനോട് പറഞ്ഞു കൊടുത്തത്. ഇരുമ്പിൻ്റെ ഏണി എന്തുകൊണ്ട് കിണറിനുള്ളിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു പക്ഷേ കിണറിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നാണ് സാബു പറയുന്നത്. അതുകൂടാതെ മോട്ടറിൻ്റെ ആ ഒരു ഓസ് എല്ലാം തന്നെ എന്തുകൊണ്ടാണ് പൊട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഓൾറെഡി മുമ്പേ പൊട്ടിയതാണ്, ഇപ്പോഴല്ല ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പൊട്ടിയതാണെന്നും അയാൾ പറഞ്ഞു. സാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി, ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നുണയാണ്.
ആ ദിവസം രാത്രി മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് പോലീസുകാർ അടുത്തതായിട്ട് ചോദ്യം ചെയ്തത് അവിടെയുള്ള ആ വീടിന് പരിസരത്തുള്ള ചില നാട്ടുകാരെയാണ്. മേരി ടീച്ചറിന്റെ ഭർത്താവായിട്ടുള്ള സാബു പൊതുവെ ആളെങ്ങനെയാണ്, ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് പോലീസുകാർ ചോദിച്ചത്. ഈ ഒരു ചോദ്യത്തിന് നാട്ടുകാർ പറഞ്ഞ മറുപടി അവർക്ക് എല്ലാവർക്കും സംശയം സാബുവിനെയാണ് എന്നാണ്. കാരണം സാബു അത്ര നല്ല വ്യക്തിയൊന്നുമല്ല എന്ന് പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അതുകൂടാതെ ഇയാൾക്ക് ഒരു ക്രിമിനൽ ക്യാരക്ടറുണ്ട്. മേരി ടീച്ചറിൻ്റേത് ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസുകാർക്കും നാട്ടുകാർക്കും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കിണറിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ അതിലേക്ക് ജീവൻ അവസാനിപ്പിക്കാനായിട്ട് എടുത്ത് ചാടിയെങ്കിലും ആ ഒരു വെള്ളത്തിനുള്ളിലേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാതെ അരികിൽ പിടിച്ചു നിൽക്കാനുള്ള പടവുകളും ആ ഒരു കിണറിന് ചുറ്റുമുണ്ട്. പിന്നെ ഈ പറയുന്ന ഇരുമ്പിൻ്റെ ഏണി, ഒരാൾ കിണറിൽ ചാടി ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏണി വെച്ചിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കില്ല. അത് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ സാബു പറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു കിണറിനുള്ളിലേക്ക് പോയിട്ടുള്ള ഓസ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൊട്ടിപ്പോയതാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു പൊട്ടിപ്പോയ ഭാഗത്തിൻ്റെ അറ്റത്തുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത് ആരോ അറുത്തതാണ്, ആ ദിവസം തന്നെ അറുത്തതാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ടീം ആ ഒരു മുറിഞ്ഞ ഭാഗത്തിൻ്റെ ചെറിയ പോർഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതെപ്പോൾ ചെയ്തതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുങ്ങിമരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ മേരി ടീച്ചറിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചില അടയാളങ്ങളുണ്ട്, ചില പോറലുകളുണ്ട്. ഇനി ഫോറൻസിക് ടീമിൻ്റെ റിസൾട്ട് വന്നപ്പോഴോ സാബു പറഞ്ഞ മാസങ്ങൾക്ക് മുന്നേ പൊട്ടിപ്പോയതാണ് എന്ന് പറഞ്ഞ ആ ഒരു ഓസിൻ്റെ ഭാഗമില്ലേ, അത് ആ ദിവസം തന്നെ മുറിച്ചു മാറ്റിയതാണ് എന്നുള്ള റിസൾട്ടാണ് ഫോറൻസിക് ടീമിന് ലഭിച്ചത്. സാബു പറഞ്ഞതിലെ നുണ തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പോലീസുകാർ സാബുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദ്യം ചെയ്തു, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും ടെക്നിക്കലി നടക്കില്ല. അത് മാത്രമല്ലാതെ നീ ഇത്തരത്തിൽ ഓസ് പൊട്ടിപ്പോയത് മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് പറഞ്ഞതെല്ലാം നുണയാണ്, ആ ദിവസം രാത്രി തന്നെയാണ് നീ ഇത് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് പറ എന്ന് പോലീസുകാരുടെ രീതിയിൽ ചോദ്യം ചെയ്തു. കുറേയൊക്കെ നുണ പറഞ്ഞ് സാബു വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു എങ്കിലും അവസാനം അയാൾക്ക് എന്താണെന്ന് രാത്രി സംഭവിച്ചത് എന്നുള്ള സത്യം പറയേണ്ടി വന്നു. സാബു പോലീസുകാരോട് ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. സാബുവിന് പൊതുവേ മേരി ടീച്ചറിനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇഷ്ടമല്ല എങ്കിലും മേരി ടീച്ചറിൻ്റെ സ്വത്തെല്ലാം തന്നെ സാബുവിന് വേണം. എന്തായാലും ജീവിതത്തിലുടനീളം തരം കിട്ടുമ്പോഴെല്ലാം തന്നെ സാബു മേരി ടീച്ചറിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു വന്നു. തൻ്റെ 2 പെൺമക്കൾക്ക് വേണ്ടി മാത്രമാണ് മേരി ടീച്ചർ ജീവിച്ചു വന്നത്. ഭർത്താവായ സാബുവിൽ നിന്നും ദേഹോപദ്രവം നിരന്തരം നേരിടേണ്ടി വന്നു എങ്കിലും മേരി ടീച്ചർ ഇത് മറ്റാരോടും പറഞ്ഞില്ല. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സാബു അത് തീരുമാനിക്കുന്നത്, മേരി ടീച്ചറെ കൊലപ്പെടുത്താൻ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സാബുവിന് മേരി ടീച്ചറെ ഇഷ്ടമല്ല. രണ്ടാമത്തെ കാരണം മേരി ടീച്ചറിൻ്റെ സ്വത്തെല്ലാം തന്നെ കൈക്കലാക്കണം. കരിങ്കൽ കോറിയിൽ നിന്നും കല്ല് വണ്ടിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് സാബു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ലേ. ഈ ജോലിക്കിടയിൽ സാബു 2 പേരെ പരിചയപ്പെടുകയാണ്, 2 തമിഴന്മാരെ. സാബു വളരെ പെട്ടെന്ന് തന്നെ ഈ തമിഴന്മാരുമായിട്ട് അടുക്കുന്നു. ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നു. ഇവരായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് സാബുവിന് ഒരു കാര്യം മനസ്സിലായത്, ഇവർക്കും ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന്. അങ്ങനെ ഇവരോട് സാബു തൻ്റെ ആവശ്യം പറയുകയാണ്, തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തണം, കൊലപ്പെടുത്തി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന്. അയാൾ പറഞ്ഞ ഈ ഒരു കാര്യം യാതൊരു മടിയും കൂടാതെ ആ 2 തമിഴന്മാരും സമ്മതിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടി നടത്തിയ ഗൂഢാലോചനയിൽ 28-ാം തീയതി മേരി ടീച്ചറിനെ ഇല്ലാതാക്കാമെന്നാണ് അവർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് നേരാക്കാൻ എന്ന വ്യാജേന സാബു രാവിലെ തന്നെ ഫ്രിഡ്ജ് എടുത്തിട്ട് തൻ്റെ വണ്ടിയിൽ വെച്ചു. എന്നിട്ട് നേരാക്കാനായിട്ട് കൊണ്ടുപോകണമെന്ന രീതിയിൽ ഫ്രിഡ്ജ് എടുത്ത് നേരെ ടൗണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശേഷം അവിടെയുള്ള ഒരു റിപ്പയർ ഷോപ്പിൽ ഫ്രിഡ്ജ് നേരാക്കാനായിട്ട് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ആ ദിവസം രാത്രി തന്നെ എനിക്ക് നേരാക്കി കിട്ടണമെന്ന് സാബു അവിടെയുള്ള കടക്കാരനോട് പറഞ്ഞു വെച്ചു. തുടർന്ന് സാബു നേരെ പോയത് ആ തമിഴന്മാരുടെ അടുത്തേക്കാണ്. വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ 3 പേരും സംസാരിച്ചു കൊണ്ടിരുന്നു. വ്യക്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ രാത്രിയിൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ ഫ്രിഡ്ജ് വണ്ടിയിലെടുത്ത് വെച്ച് ആ 2 തമിഴന്മാരും ആ ജീപ്പിൻ്റെ പുറകിൽ കയറി. മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ 2 തമിഴന്മാരെയും കൊണ്ട് സാബു ജീപ്പിൽ നേരെ വീട്ടിലേക്ക്. ജീപ്പിൽ വീട്ടിലെത്തിയ ഉടനെ ആ 2 തമിഴന്മാരോടും വണ്ടിയിൽ നിന്നും ഇറങ്ങാനായി പറഞ്ഞ് വീടിൻ്റെ മറ്റൊരു ഭാഗത്ത്
ഇവരെ ഒളിപ്പിച്ച് നിർത്തി സാബു. അതിനുശേഷം വണ്ടിയിലിരിക്കുന്ന ആ ഒരു ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീട്ടിനുള്ളിലുണ്ടായിരുന്ന മേരി ടീച്ചറെ, മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മേരി ടീച്ചറെ വിളിച്ചു. സാബുവിൻ്റെ വിളി കേട്ട് മേരി ടീച്ചർ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഇവർ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് ഭാവിക്കുന്ന ആ ഒരു സമയത്ത് 2 തമിഴന്മാരും ടീച്ചറിൻ്റെ പുറകിലൂടെ വന്ന് ടീച്ചറിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. തൻ്റെ മക്കളെ ഈ ഒരു വിവരം അറിയിക്കാനായിട്ട്, തന്നെ എന്തോ ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിൽ വിവരം അറിയിക്കാനായിട്ട് മേരി ടീച്ചർ നിലവിളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ 3 പേരും ചേർന്ന് ടീച്ചറിൻ്റെ വായ നല്ല രീതിയിൽ പൊത്തിപ്പിടിച്ച് അവരെ കിണറിൻ്റെ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഭർത്താവ് അടക്കമുള്ള 3 പേരിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് മേരി ടീച്ചർ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവർ 3 പേരും ചേർന്ന് മേരി ടീച്ചറിനെ വലിച്ചു കൊണ്ടുവന്ന് ആ ഒരു കിണറിനകത്തേക്ക് ഇട്ടു. നല്ല ഇടിയും മഴയും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതുകൂടാതെ ആ വീട്ടിന് തൊട്ടരികിലായിട്ട് ഒരു ചെറിയൊരു ഓട പോലെയുണ്ട്. ആ ഒരു ഓടയിലേക്ക് നല്ല രീതിയിൽ വെള്ളം ശക്തമായിട്ട് വീഴുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാ ശബ്ദം കൊണ്ട് തന്നെ മേരി ടീച്ചറിൻ്റെ നിലവിളി മറ്റാരും കേട്ടില്ല. മേരി ടീച്ചർ വെള്ളത്തിനടിയിലേക്ക് താണു പോയോ എന്ന് 3 പേരും കിണറിനുള്ളിലേക്ക് നോക്കിയ സമയത്താണ് ടീച്ചർ ആ ഒരു മോട്ടറിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആ ഒരു പൈപ്പിൽ പിടിച്ച് നിൽക്കുന്ന കാഴ്ച അവർ കണ്ടത്. ഉടൻ തന്നെ അവർ 3 പേരും ആ ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഇരുമ്പിൻ്റെ ഏണി എടുത്തുകൊണ്ട് വന്ന് മേരി ടീച്ചറിനെ അതിശക്തമായിട്ട് ശരീരത്തിൽ കുത്തിയിട്ട് മുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 3 പേരും ചേർന്ന് പല രീതിയിൽ ആ ഏണി കൊണ്ട് മേരി ടീച്ചറിനെ കുത്തി ആ ഒരു കിണറിനകത്തേക്കാക്കി. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളത്തിൽ മേരി ടീച്ചർ വീണ്ടും ആ ഒരു ഓസിലേക്ക് വന്ന് പിടിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുന്നത് കണ്ടപ്പോഴാണ് അവരിൽ ഒരാൾ വേഗം പോയിട്ട് ആ ഒരു ഓസ് മുകളുടെ ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് കളഞ്ഞത്. ശേഷം മോട്ടറിലേക്ക് പോകുന്ന ആ ഒരു ഓസിൽ പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മേരി ടീച്ചർ ആ ഒരു കിണറിൻ്റെ ചെറിയ പടവകൾ പോലുള്ള ഭാഗത്ത് കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മുങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വീണ്ടും അവർ ആ ഇരുമ്പിൻ്റെ ഏണി കൊണ്ട് ടീച്ചറിനെ നല്ല രീതിയിൽ കുത്തിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആക്കാനായിട്ട് ശ്രമിച്ചു. 3 പേരും ചേർന്ന് മാരകമായിട്ട്. ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു അല്ലേ? ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നതാവോ? എന്തായാലും 3 പേരും ചേർന്ന് ആ ഒരു ഇരുമ്പിൻ്റെ ഏണി കൊണ്ട് ടീച്ചറിനെ തോളിലും തലയിലും ശരീരത്തൊക്കെ കുത്തിയിട്ട് ഉള്ളിലേക്ക് താഴ്ത്തുകയാണ്. ഇവർ 3 പേരും എത്രയൊക്കെ ക്രൂരമായിട്ട് വെള്ളത്തിനുള്ളിലേക്ക് ടീച്ചറിനെ ആക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും ടീച്ചർ അപ്പോഴെല്ലാം തന്നെ ആ ഒരു കിണറിൻ്റെ ഓരോരോ ഭാഗത്ത് മാറി പിടിച്ച് നിൽക്കുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട്. അവസാനം ടീച്ചറിൻ്റെ ഭർത്താവായിട്ടുള്ള സാബു തമിഴന്മാരോട് ആ ഒരു കാര്യം പറഞ്ഞു. ഇവൾ മരിക്കാതിരുന്നാൽ ഞാൻ മാത്രമല്ല നിങ്ങളും പെടും, അതുകൊണ്ട് കിണറിലേക്ക് ചാടിയിട്ട് അവളെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന്. ഇത് കേട്ടപ്പോൾ തമിഴന്മാരിലെ 2 പേർ ആ ഒരു കിണറിലേക്ക് ചാടുകയും ആ ഒരു കിണറിനകത്ത് വെച്ച് തന്നെ ടീച്ചറിനെ മുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. ടീച്ചർ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം 2 തമിഴന്മാരും ആ ഒരു കിണറിന് വെളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ അവരുടെ ഡീല് ക്ലോസ് ചെയ്തു. കൊലപാതകം നടത്താൻ സഹായിച്ചതിന് സാബു ആ തമിഴന്മാർക്ക് 2.5 ലക്ഷം രൂപ കൊടുത്തു. ഈ 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞില്ലേ, ഈ 2.5 ലക്ഷം രൂപ ടീച്ചറിൻ്റെ പ്രൂഫ് വെച്ച് സാബു പേഴ്സണൽ ലോൺ എടുത്താണ് 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം രൂപയിൽ 2 ലക്ഷമാണ് ടീച്ചറിനെ തന്നെ കൊലപ്പെടുത്താനായിട്ട് വന്ന കൊലയാളികൾക്ക് സാബു കൊടുത്തത്. പണം കയ്യിൽ ലഭിച്ചവർ 2 പേരും വണ്ടിയിൽ പോവാതെ നടന്നാണ് അവിടെ നിന്നും പോയത്. മേരി ടീച്ചറിനെ കൊലപ്പെടുത്തണമെന്ന ധൃതിയിൽ അവർ ചെയ്ത അബദ്ധങ്ങളാണ് ഈ പറയുന്ന ഓസ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതും പിന്നെ ഇവർ ടീച്ചറിനെ കുത്തി വെള്ളത്തിലേക്ക് താഴ്ത്താനായിട്ട് ഉപയോഗിച്ച ആ ഒരു ഇരുമ്പിൻ്റെ ഏണിയില്ലേ, അത് കിണറിനുള്ളിലേക്ക് തന്നെ ഇട്ടതും. സ്വന്തം ഭാര്യയെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം ആ പുലർച്ചെ തന്നെ അവൻ അഭിനയിക്കാനായി തുടങ്ങി. അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അയൽപക്കത്തുള്ള വീട്ടിലേക്കെല്ലാം തന്നെ ഓടിപ്പോയിട്ട് അവരോട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു, അവളുടെ ശരീരം കിണറിനകത്തുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ പറയുന്ന കിണറിനരികിലേക്ക് എത്തിയിട്ട് ആ ഒരു കിണറിനുള്ളിലേക്ക് നോക്കിയ ഒട്ടുമിക്ക കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതൊരു സ്വയം ജീവൻ അവസാനിപ്പിക്കലല്ല, മറ്റെന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. സാബു പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പോലീസുകാരുടെ ഉള്ളു പോലും ഒന്ന് പെടഞ്ഞു. ആ രാത്രിയിൽ ആ ടീച്ചർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും, എത്രമാത്രം പേടിച്ചിട്ടുണ്ടാവും. സാബുവിൻ്റെ കൂടെ കൂട്ടുനിന്ന 2 തമിഴന്മാരെ പൊക്കാനായിട്ട് പോലീസുകാർ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ 2 പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷയാണ് കുറ്റവാളികൾക്ക് ലഭിച്ചത്. എന്ത് ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ നിയമമല്ലേ. കുറച്ച് വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു കുഴപ്പമില്ലാതെ നന്നായി തടിച്ച് കൊഴുത്ത് അവർ വെളിയിലേക്ക് വരും. സാബുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മേരി ടീച്ചർ ആ രാത്രി അനുഭവിച്ച ആ ഒരു നിസ്സഹായാവസ്ഥ, ആ ഒരു ഭയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.